13th question. Establish the convergence or divergence. Establish the convergence or divergence of the sequence. Establish the convergence or divergence of the sequence. Sequence yn. Establish the convergence or the divergence of the sequence. Sequence yn. Where yn is equal to 1 by n plus 1 plus 1 by n plus 2 plus etc. plus 1 by 2n for n element of n. Establish the convergence or divergence of the sequence yn, where yn is equal to 1 divided by n plus 1 plus 1 divided by n plus 2 plus etc. 1 by 2n. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് മോണോട്ടോൺ ആണോ ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് yn എന്ന് പറയുന്ന 1 by n plus 1 1 by n plus 2 എക്സെട്ര അപ് ടു പ്ലസ് 1 by 2n. അപ്പം നമ്മൾ y1 എന്ന് പറഞ്ഞാൽ എന്താ, n ഈക്വൽ ടു 1 കൊടുക്കുമ്പം 1 by 2 അപ് ടു എത്ര വരെയുണ്ട് 2n വരെ. അപ്പോൾ 1 by 2 മാത്രമേ ഉള്ളൂ. y2 എടുക്കുമ്പം 1 by 3 തൊട്ടുള്ള ടേം അല്ലേ വരുന്നത്. n plus 1 എന്ന് പറയുമ്പം 1 by 3 പ്ലസ് 1 by 4 വരെയുള്ളൂ, കാരണം 2 into 2 വരെ വരുള്ളൂ. ഇനി y3 എടുത്താലോ അത് 1 by 4 തൊട്ട് 1 by 6 വരെ വരും അല്ലേ. ഇനി y4 എടുത്താലോ 1 by 5 തൊട്ട് 1 by 8 വരെ വരും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഓരോ ടേമുകളും പോസിറ്റീവാണ്. ഇതെന്ന് പറയുന്നത് 0.5 ആണ്. കൃത്യം 1 by 2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. ഇനി ഇത് നമ്മൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് 7 by 12 ആണ്. 7 by 12 എന്ന് പറയുമ്പോൾ 1 by 2വിനേക്കാളും ഉണ്ട്, കാരണം 6 by 12 ആണ് 1 by 2. അപ്പോൾ ഇത് y1 എന്ന് പറയുന്നത് ലെസ് ദാൻ y2. ഇനി നമുക്ക് y3 നമ്മൾ നോക്കുവാണെങ്കിൽ y3ക്കകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഈസ് ലെസ് ദാൻ y3 ഈസ് ലെസ് ദാൻ y4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ y1 y2 y3 y4കൾ നോക്കിയപ്പോൾ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് പോലെയാണെന്ന് നോക്കി. ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ y1 എന്ന് പറയുന്നത് 1 by 2. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1 by 2 ഈസ് ലെസ് ദാൻ y1 ഈസ് ലെസ് ദാൻ എക്സെട്ര yn ലെസ് ദാൻ yn പ്ലസ് 1 ഫോമിൽ നമുക്ക് കിട്ടും, എക്സെട്ര ലെസ് ദാൻ. ഇനി നമുക്കൊരു അപ്പർ ബൗണ്ടും കൂടെ കിട്ടിയാൽ മതി. ഇനി അപ്പർ ബൗണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം. ബൗണ്ട്സ് പിന്നെ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ yn നമ്മൾ കൺസിഡർ yn നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 1 by n plus 1 ആണ്. നമുക്ക് 1 by n plus 1ഉം 1 by n plus 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 by n plus 1 അല്ലേ വലുത്, കാരണം n plus 1 ആണ് n plus 2വിനേക്കാളും ചെറുത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. ഇനി 1 by n plus 1ഉം 1 by n plus 3ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 by n plus 1 ആണ്. അപ്പോൾ ഇതിനകത്തെ ഓരോ ടേമിന് ആദ്യത്തെ ടേം വെച്ച് ബാക്കിയുള്ള ടേമുകളെയെല്ലാം അതിനേക്കാളും വലിയ 1 by n plus 1 വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത് ലെസ് ദാൻ 1 by n plus 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 by n plus 1 എന്ന് പറയാമല്ലോ. 1 by n plus 1ഉം 1 by 2n കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 2n എന്ന് പറയുന്നത് n plus n ആണ്. അപ്പോൾ 1 by n plus 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സിനെ നമ്മൾ അതിനേക്കാളും വലിയ 1 by n plus 1 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ലെസ് ദാൻ. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ട്, 1 ഇത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n plus n. അപ്പോൾ മൊത്തം n ടേം ഉണ്ട്. ഈസ് ലെസ് ദാൻ n by n plus 1 വിച്ച് ഈസ് ലെസ് n by n plus 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, yn ഈസ് ലെസ് ദാൻ 1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. therefore 1 by 2 ലെസ് ദാൻ yn ഈസ് ലെസ് ദാൻ 1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് പറയാമല്ലോ. കാരണം എന്താ, ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. y1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോവർ ബൗണ്ട് വരുന്നത്. therefore സീക്വൻസ് yn ഈസ് ആൻ ഇൻക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ് therefore it is convergent. എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നത് കാണിക്കേണ്ട കാര്യമില്ല. എസ്റ്റാബ്ലിഷ് ദ കൺവേർജൻസ് ഓഫ് ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ സീക്വൻസ് yn ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇത് നമ്മൾ ബൗണ്ടഡ് ആണെന്ന് കിട്ടി. therefore the sequence is convergent. 14th question. Let xn is equal to
1 by 1 square plus 1 by 2 square plus etc. plus 1 by n square for each n element of n. Let xn equal to 1 by 1 square plus 1 by 2 square plus etc. 1 by n square for each n element of n. Prove that sequence xn is increasing and bounded. Sequence xn is increasing and bounded and hence converges. Sequence xn is increasing and bounded and hence converges. And hence convergence. xn is equal. അപ്പോൾ എക്സിന് ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആണെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് x1 എന്ന് പറയുന്നത് എന്താ 1 by 1 square ഈക്വൽ ടു 1. x2 എന്ന് പറയുന്നത് എന്താ 1 by 1 square plus 1 by 2 square. അപ്പോൾ അത് 1 plus 1 by 2 വരും. x3 നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 1 plus 1 by 2 square എന്ന് പറഞ്ഞാൽ 1 plus 1 by 2 square ആണ്. 1 by 2 square plus 1 by 3 square എന്ന് വരും. അപ്പോൾ അത് ആക്ച്വലി എന്താണ് ഇതിനേക്കാൾ അത് ഓരോ ടേം കഴിയുമ്പോഴും ഒരു പോസിറ്റീവ് ടേം കൂടുതലാണ്. x1നേക്കാളും ഒരു 1 by 2 square എന്നുള്ള പോസിറ്റീവ് ടേം ആഡ് ചെയ്യുന്നതാണ് x2. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് x3. അപ്പോൾ നമുക്ക് x1 ലെസ് ദാൻ x2 ലെസ് ദാൻ x3 എക്സെട്ര എന്ന് പറയാം. അപ്പോൾ ഇതൊരു xn is an increasing sequence. Sequence xn is an increasing sequence. ഇവിടെ നമ്മൾ ജനറലി കാണിക്കുന്നില്ല എക്സ് കെ ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 ആണെങ്കിൽ എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ എക്സ് കെ പ്ലസ് 2 അത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കതിന് പകരം നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഇത്രേ ചെയ്യുന്നുള്ളൂ. 1 അതിൻ്റെ അകത്തോട്ട് ഒരു പോസിറ്റീവ് ടേം ചേർക്കുന്നതാണ് അടുത്തത്. ഓരോന്നിൻ്റെ അകത്തോട്ട് ഒരു എക്സ്ട്രാ പോസിറ്റീവ് ടേമും കൂടെ ചേർക്കുന്നതാണ് എക്സ് കെ xn പ്ലസ് 1. xnൻ്റെ അകത്തോട്ട് ഒരു പോസിറ്റീവ് ടേം. അപ്പോൾ xn എന്ന് പറയുന്നത് എന്തായാലും xn പ്ലസ് 1നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് xn ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് കിട്ടി. ഇനി നമുക്കിത് ബൗണ്ടഡ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇത് ബൗണ്ടഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പം നമ്മൾ 1 by 2 സ്ക്വയറിന് നമുക്ക് ലെസ് ദാൻ 1 by 2 എന്ന് എടുക്കാം. 1 by 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 by 2 into 3 അല്ലേ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9ഉം 2 into 3 എന്ന് പറയുന്നത് 6ഉമാണ്. അപ്പോൾ 1 by 3 സ്ക്വയറും 1 by 6ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 by 3 സ്ക്വയർ ആണ് ചെറുത്. ഇനി നമുക്ക് 1 by 4 സ്ക്വയർ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. 1 by 4 സ്ക്വയർ 1 by 4 1 by 3 ഇപ്പം 1 by 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. 1 by 12 ഇത് 12. 16ഉം 12ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം 12 ആണ് ചെറുത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by 12 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഇതിനെ അപ്പോൾ 1 by 2ന് പകരം നമുക്കതിനെ 1 minus 1 by 2. ഇനി 1 by 2 into 3ക്ക് പകരം നമുക്ക് അത് 1 by 2 minus 1 by 3 എന്ന് എഴുതാൻ മേലെ. 1 by 2ന് പകരം 1 minus 1 by 2. 1 by 6ന് പകരം നമുക്കതിനെ 1 by 2 minus 1 by 3. അപ്പോൾ 3 minus 2 by ഇവിടെയാണെങ്കിൽ നമുക്കതിനെ 1 by 3 minus 1 by 4. അപ്പം ജനറലി നമ്മൾ പറയുവാണെങ്കിൽ 1 by k square is less than 1 by k into k minus 1. അപ്പോൾ 4 സ്ക്വയർ ആകുമ്പോൾ അത് 3 into 4. അപ്പോൾ k into k minus 1. k into k minus 1 നമുക്ക് 1 by k minus 1 minus 1 by k എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. Therefore ഇത്ര എഴുതണേ. 1 by 2 സ്ക്വയർ നമ്മൾ 1 by 2 തന്നെ 1 by 2 എന്നെടുത്ത് 1 by 2നെ നമുക്ക് 1 minus 1 by 2 എന്ന് എഴുതാം. 1 by 3 സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 by 2 into 3 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1 by 2 minus 1 by 3. ഇനി അടുത്ത് 1 by 4 സ്ക്വയർ ഈസ് ലെസ് ദാൻ 1 by 3 into 4, വിച്ച് ഈസ് ഈക്വൽ ടു 1 by 3 into 4 നമുക്ക് തോന്നും. അപ്പം ജനറലി നമ്മൾ പറയുമ്പോൾ 1 by k സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 by k into k minus 1 for k greater than or equal to 2. k greater than or equal to 2 നമുക്ക് ഈ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ റിസൾട്ട് എഴുതുക. Therefore xn is equal to ഇതൊന്നും കൂടെ എടുത്ത് എഴുതണേ. Therefore xn is equal to 1 by 2 square plus 1 by 1 square plus 1 by 2 square plus 1 by n square, which is less than 1 by 1 square നമുക്ക് 1 എടുക്കാം. 1 by 2 square നമുക്ക് 1 by
2. 1 by 2 square നമുക്ക് 1 minus 1 by 1 by 2 square നമുക്ക് 1 by 2 നൽകാം. അടുത്തതിന് നമുക്ക് 1 by 3 into 4 1 by 2 into 3 plus 1 by 3 into 4 plus etc. ലാസ്റ്റ് n സ്ക്വയറിന് പകരം നമുക്ക് n minus 1 into n എന്ന് എഴുതാം. ഈ റിസൾട്ട് യൂസ് ചെയ്താണ് 1 by k സ്ക്വയറിന് നമ്മൾ 1 by k into k minus 1 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം 1 by 2വിനെ നമുക്ക് 1 divided by 1 into 2, അടുത്തത് 1 divided by 2 into 3, 1 divided by 3 into 4. അപ്പോൾ ലെസ് ദാൻ എന്നുള്ള സിമ്പിളാണ് വന്നേക്കുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് 1 by 2വിന് നമുക്ക് 1 minus 1 by 2, 1 by 2 into 3ന് നമുക്ക് 1 by 2 minus 1 by 3 പ്ലസ് എക്സെട്ര പ്ലസ് 1 by n minus 1 by 1 minus n എന്ന് എഴുതാം. അപ്പം ഇത് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ 1 minus 1 by 2 1 by 2 പോകും. അപ്പോൾ അത് 1 plus 1 minus 1 by 2 1 by 2 പോകും. minus 1 by 3 ഇവിടുത്തെ പ്ലസ് 1 by 3 പോകും. അപ്പോൾ നമ്മൾ അവസാനം മിച്ചം എന്നതേ കാണുകയുള്ളൂ, മൈനസ് 1 by n അല്ലേ കാണുകയുള്ളൂ. ഇപ്പം നമ്മൾ x3 ആണ് എടുക്കുന്നതെങ്കിൽ x3ക്കകത്ത് നമ്മൾ നോക്കിയേ, x3 എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ടേമേ ഉള്ളൂ. അപ്പം 1 plus 1ഉം മൈനസ് 1 by 3 കാണുള്ളൂ. x4 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ 1 by 3 മൈനസ് 1 by 4, അപ്പം 1 plus 1 മൈനസ് 1 by 4. അപ്പോൾ ഇത്രയും ടേമേ മിച്ചം കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xn ഈസ് ലെസ് ദാൻ 2 minus 1 by n ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് പറയാമല്ലോ. xn ഈസ് ലെസ് ദാൻ 2 minus 1 by ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടേക്കാം, കാരണം n ഈക്വൽ ടു 1ൽ അത് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 minus 1 by n ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? xn ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. n ഈക്വൽ ടു 1 വരുമ്പം xn എന്ന് പറയുന്നത് 1 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് അടുത്തത് വരുമ്പം n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ അത് 2 minus 1 by 2 ആണ്. അപ്പോൾ അത് 3 by 2 ആണ്. അപ്പോൾ ലെസ് ദാൻ 2. അടുത്ത് വരുമ്പോൾ 2 minus 1 by 3. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതെല്ലാം സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് xn ഈസ് ലെസ് ദാൻ 2 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? x1 equal to 1 and sequence xn is an increasing sequence. ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. xn is less than 2 for all n element of n, strictly less than 2 for all n element of n. Therefore 1 less than or equal to xn is less than 2 for all n element of n എന്ന് പറയാം. Therefore sequence xn is an increasing bounded sequence and hence it is convergent.